വടി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അത് ദൈവത്തിൻ്റെ വടിയായി തീർന്നു. എൻ്റെയും നിൻ്റെ കയ്യിലുള്ളത് എന്തുവാണ്? കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെതായിത്തീരും. ആ ദൈവത്തിൻ്റെതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് പ്രിയമുള്ളവരെ? അതിനെ തൊടുവാൻ ആർക്കും കഴിയുകയില്ല. നിന്റെ ശരീരത്തെ തൊടുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. നീ അവരിക്കുന്ന പ്രശ്നങ്ങളെ തൊടുവാൻ ആർക്കും കഴിയുകയില്ല. നീ ദൈവത്തിൻ്റെതായി തീർന്നു. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിൻ്റെത് ആക്കി തീർത്തതായ കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ മേലെന്തുവാണ്? ദൈവത്തിനൊരു അവകാശമുണ്ട്. എൻ്റെ മേലെ ദൈവത്തിന് ഒരവകാശമുണ്ട്. കാര്യം മോശ അത് വിട്ടുകൊടുത്തപ്പോൾ അത് ദൈവത്തിന്റെ വടിയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിന്റെ വടിയും കൊണ്ടാണ് ഈ മോശ ഹല്ലേലൂയ മിസ്രൈമിലേക്ക് ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ഈ വടിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ വടി ഹല്ലേലൂയ അനേക അത്ഭുതങ്ങള് ഹല്ലേലൂയ ഉണ്ടാകുവാനായിട്ട് ദൈവം ഉപയോഗിച്ചതായ ഒരു വടിയായി തീർന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഈ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവത്തിന്റെ വടിയും കൊണ്ട് മിസ്രൈമിലേക്ക് പോയതായ മോശ എന്തുവാണ്? ഒരു പ്രതിസന്ധിയുടെ മധ്യത്തില് രഫിദീമിൽ ഹല്ലേലൂയ ഈ കുന്നിന്റെ മുകളിലൊക്കെ കയറിപ്പോടെ ആ വടിയും കൊണ്ട് കയറിയത്. ആ വടി എങ്ങും വെച്ചില്ല. ഹല്ലേലൂയ. മോശക്കറിയാം ഈ വടിക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ വടിക്ക് ചിലതൊക്കെ ചെയ്യുവാൻ സാധിക്കും. ഈ വടിക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഈ വടി വിടുതലിന്റെ വടിയാണ്. ഇത് ജീവനുള്ള വടിയാണ്. ഹല്ലേലൂയ. ഈ വടി എനിക്ക് ഹല്ലേലൂയ ജയം തരുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് മോശ വടി എങ്ങും വെക്കാതെ ഈ വടിയുമായിട്ട് ഹല്ലേലൂയ ആ കുന്നിലേക്ക് ഒന്ന് കയറുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ കേട്ടപ്പെട്ടതായ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ ഈ മോശ ഉയർത്തിയതുപോലെ ആ രഫീദീമിലെ ഹല്ലേലൂയ ആ മലയുടെ മുകളിലെ കയറി ഹല്ലേലൂയ തന്റെ കരം ഉയർത്തിപ്പിടിച്ചതുപോലെ ഈ ദിവസങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ഞാൻ നീയും തയ്യാറാകുമോ? ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയാൽ നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് വരെ നാം കാണാത്തതായ ചില അത്ഭുതങ്ങളെ ഞാൻ നീയും കാണുവാൻ പോവുകയാണ്. കർത്താവിന്റെ കയ്യിൽ തന്നിരിക്കുന്നതായ ആ വടിയാകട്ടെ, കർത്താവിന്റെ തന്നിരിക്കുന്നതായ എന്തുമാകട്ടെ, അതുകൊണ്ട് നിനക്കൊന്ന് പോകുവാൻ സാധിക്കുമോ? അതുകൊണ്ട് നിനക്കൊന്ന് കയറുവാൻ സാധിക്കുമോ? അതിനെ ഒന്ന് അള്ളി പിടിക്കുവാൻ സാധിക്കുമോ? അതെങ്ങും കളയാതെ അതുകൊണ്ട് നീ ഒന്ന് യാത്ര ചെയ്യുവാൻ സാധിക്കുമോ? ആ വടി മതി. ആ വടിയെ കൊണ്ട് ചിലതിന് കർത്താവിന് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ദിവസം ഹല്ലേലൂയ രഫീദീമിലെ ഹല്ലേലൂയ മോശ കയറിയതുപോലെ ഈ ദിവസങ്ങളിൽ ഞാൻ ആ വടിയും കൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ചിലതും കൊണ്ട് ഞാൻ കയറുമെന്ന് നീ പറയുന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ അമാലേക്യരുടെ മധ്യത്തില് ഹല്ലേലൂയ ആ യുദ്ധത്തില് ജയം നൽകിക്കൊടുത്ത കർത്താവ് ഈ ദിവസങ്ങൾ ഹല്ലേലൂയ എന്നെ നിന്നെയും ജയിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? യേശു നമ്മുടെ കൊടിയാണ്. നമ്മുടെ മുകളിൽ ഉയർത്തിപ്പിടിക്കുന്ന കൊടിക്കായി നമുക്ക് നന്ദി പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ കർത്താവ് ഉയർത്തിപ്പിടിക്കുന്ന കൊടിക്കായി നമുക്കൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളുടെ മേലെ കർത്താവ് ഉയർത്തിപ്പിടിക്കുന്ന കൊടിക്കായി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ സഭയുടെ മേലെ കർത്താവ് ഉയർത്തിപ്പിടിക്കുന്ന കൊടിക്കായി നമുക്ക് നന്ദി പറയാം. എന്റെയും നിന്റെയും മുകളിൽ ഉയർത്തിപ്പിടിക്കുന്നതായ ആ കൊടിക്കായി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ആ കൊടി ജയത്തിന്റെ കൊടിയാണ്. ആ കൊടി എനിക്ക് നിനക്കും ജയം നൽകി തരും. ഇന്ന് വൽക്കാലം എത്ര പേര് പറയും, കർത്താവേ ഞാൻ ആ കൊടി എന്ന് ഉയർത്തിപ്പിടിക്കും. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ കൊടി നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെ പോയാലും സത്യത്തിന്റെ കൊടി ഈ ദിവസങ്ങളിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ. 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 ഈ ദിവസങ്ങളിലെ ജയത്തിന്റെ കൊടി ഈ ദിവസങ്ങളിലെ യഹോവ നിസ്സി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ. കർത്താവേ അതിനായി നമ്മളെ സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഇന്ന് വൽക്കാലം ഞങ്ങൾക്ക് കടന്നു വരുവാനും അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും അങ്ങയുടെ വചനത്തിൽ കേൾക്കുവാനും അങ്ങ് ആരാധിപ്പാനും അങ്ങയുടെ മേശയിലൊക്കെ പങ്കുചേരുവാനും ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസം കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ ആ കൊടികൾ കർത്താവ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥന. നീ ഞങ്ങളുടെ കൊടിയാണ് കർത്താവ്. നീ ഞങ്ങളുടെ മുകളിൽ കർത്താവ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായ ആ വലിയ ബാനറിനായി ആ വലിയ കൊടിക്കായി കർത്താവ് ഞങ്ങളെ നന്ദി പറയുന്നു. കർത്താവ് ആ കൊടി ഒരിക്കലും കർത്താവ് നീ ഞങ്ങളുടെ മുകളിൽ നിന്ന് മാറ്റല്ലേ കർത്താവ്. ആ കൊടി ഞങ്ങളുടെ ഹല്ലേലൂയ സുരക്ഷിതമാണ് കർത്താവ്. ആ കൊടി ഞങ്ങളുടെ സെക്യൂരിറ്റിയാണ് കർത്താവ്. ആ കൊടി ഞങ്ങളുടെ കവറിംഗ് ആണ് കർത്താവ്. ആ കൊടി ഞങ്ങളുടെ അനുഗ്രഹമാണ് കർത്താവ്. ആ കൊടി ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് കർത്താവ്. ആ കൊടിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. ആ കൊടി കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലെ നീ ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സഭയുടെ മേലെ ഉയർത്തിപ്പിടിക്കുന്നതിനായി ഞങ്ങളെ നന്ദി പറയുന്നു കർത്താവ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ കൊടി കർത്താവ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ആയിരിക്കാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണം
ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസത്യം നിറഞ്ഞതായ ഈ ലോകത്ത് കർത്താവേ, സത്യത്തിന്റെ കൊടി കർത്താവേ, ആര് ഞങ്ങളെ കണ്ടാലും ആര് ഞങ്ങളെ കണ്ടില്ലെങ്കിലും, ഒന്ന് ഞങ്ങൾ നേടിയാലും ഒന്ന് നേടിയെടുത്തില്ലെങ്കിലും കർത്താവേ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവേ, സത്യത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് പൽക്കാലം അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. മോശ കർത്താവെ രഫിദീമിൽ കർത്താവെ ഉയർത്തിപ്പിടിച്ചതായ അല്ലെങ്കിൽ നാട്ടിയതായ ഹല്ലേലൂയ ഉണ്ടാക്കിയതായ ആ യാഗപീഠത്തിന് യഹോവ നിസ്സി എന്ന് പേരിട്ടതുപോലെ ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് ജയം തരുമ്പോഴേ ആ ജയത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി കർത്താവെ ഹല്ലേലൂയ അങ്ങേ സ്തുതിച്ചുകൊണ്ട്, അങ്ങേ വാഴ്ത്തിക്കൊണ്ട്, അങ്ങേ പുകഴ്ത്തിക്കൊണ്ട് അങ്ങയോട് ചേർന്ന് നടക്കുവാന് ഞങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൽക്കാലം അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അടുത്തൊരാഴ്ച കർത്താവ് ജയത്തിന്റെ ചില കൊടികളെ ഉയർത്തിപ്പിടിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. ജയത്തോടെ ഞങ്ങളെ അയച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.